കഴിഞ്ഞ ദിവസം 19 വർഷമായി അബുദാബിയിൽ ജോലി ചെയ്യുകയും തൃശ്ശൂരിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ ഓഫീസിൽ വരികയുണ്ടായി. ഇദ്ദേഹം ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപ് 2018 തൊബിച്ച് ടിപ്സ് ആദ്യമായിട്ട് കാണുന്നതും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയുന്നതും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഓഫീസിൽ വരുന്നതും. അന്ന് 2018 ഇദ്ദേഹം 13 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സമ്പാദ്യവും നേടാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കൊടുത്ത ഒരു കോൺഫിഡന്റിന്റെ പേരിൽ അദ്ദേഹം അന്ന് ഒരു 10,000 റുപ്പീസിന്റെ ഒരു SIP തുടങ്ങുകയും അതിനുശേഷം അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം വന്നപ്പോൾ ഈ SIP എമൗണ്ട് കൂട്ടി എന്നതും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ തുക അദ്ദേഹം ഒറ്റത്തവണയായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ അത്യാവശ്യം സമ്പാദ്യമായി എന്നത് മാത്രമല്ല അടുത്തൊരു 5 വർഷം കൂടി ഈ നിക്ഷേപം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയുടെയെങ്കിലും സമ്പാദ്യം നേടാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസവുമായി. ഇതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹം വന്ന സമയത്ത് പറയുകയുണ്ടായി, ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് ഒരു മെയിൽ വന്നു. അതായത് ഈ ഡിസംബറോടുകൂടി നിലവിലത്തെ അദ്ദേഹത്തിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽഡ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിലവിലത്തെ ഈ സമ്പാദ്യം വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചെറിയ ഏതെങ്കിലും ഒരു ജോലി കൂടി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇപ്പൊ നിലവിലത്തെ നിക്ഷേപം വെച്ച് ഇപ്പൊ അദ്ദേഹത്തിന് 2 മക്കളാണ്. അതായത് ഇപ്പൊ 9ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇവരുടെ ഫ്യൂച്ചറിന് വേണ്ടുള്ള സമ്പാദ്യം ഇപ്പൊ നിലവിലത്തെ നിക്ഷേപം വെച്ച് ഇദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ അത് വെച്ച് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇനി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ തൃശ്ശൂരിൽ കോൺഫിഡന്റിന്റെ ഒരു പുതിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്. അതിന്റെ ഒരു ഫ്ലാറ്റ് വാങ്ങാനും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പക്കൽ ഞാൻ ഈ സമയത്ത് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ ഞാൻ ആദ്യം ചോദിച്ച ഒരു കാര്യം, സപ്പോസ് ഈ 6 വർഷം മുമ്പ് താങ്കൾ ഈ 10,000 രൂപ വെച്ച് ഈ SIP തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡിസംബറോടുകൂടി താങ്കളുടെ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമല്ലോ. ആ സമയത്ത് താങ്കൾക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഒരു കാരണം വെച്ചാലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നതാണ്. രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് താങ്കളുടെ പക്കൽ ഈ ഒരു ബാക്കപ്പ് ഇല്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് എൻ്റെ പക്കൽ കാണിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ കടബാധ്യതയുടെ റിപ്പോർട്ടൊന്നല്ല, ഇതെൻ്റെ സമ്പാദ്യത്തിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ വൈഫിന് സാലറി ഉണ്ട്, അത് വെച്ച് ഞങ്ങൾക്ക് അടച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്നത് മാത്രമല്ല ഇപ്പൊ നിലവിൽ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2029 അപ്പൊ ആ സമയമാകുമ്പോഴേക്കും ഇപ്പൊ നിലവിലത്തെ എന്റെ സമ്പാദ്യം ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് EMI അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ബാക്കപ്പ് നമുക്കുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ 2 കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പറ്റുമെങ്കിൽ സാർ എൻ്റെ സ്റ്റോറി സാർ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം. അതിന് കാരണം വേറെ ഒന്നുമില്ല സാർ, ഈ 5 വർഷം 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ ജോലി ചെയ്തിട്ടും അതിലൊരു മിക്കവർക്കും തന്നെ എന്നേക്കാൾ കൂടുതൽ വരുമാനമുണ്ട്, എന്നാൽ ഒട്ടും തന്നെ സമ്പാദ്യമില്ലാത്ത നിരവധി വ്യക്തികളെ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം. ഇപ്പൊ 2018 എൻ്റെ അവസ്ഥയും, അതായത് 13 വർഷം ഗൾഫിൽ ജോലി ചെയ്ത എൻ്റെ അവസ്ഥയും അതായിരുന്നു. എന്നാൽ 6 വർഷം മുൻപ് സാറ് തന്ന ആ ഒരു കോൺഫിഡൻറ്റിന്റെ പേരിൽ ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ ഈ 6 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പ്രതിഫലമായി ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു കോൺഫിഡൻസ് അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ സാർ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റോറി അവരോട് പറയണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാ മലയാളി സുഹൃത്തുക്കളോടും ഞാൻ പല വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ഒരു കാര്യം തന്നെയാണ്, ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എത്ര വർഷമായി ഇപ്പൊ വിദേശത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ പലരുടെ ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം 15 വർഷം 20 വർഷം 30 വർഷം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവുള്ള നിരവധി വ്യക്തികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്,
ഇത്രയും വർഷത്തിനിടെ നിങ്ങൾ എത്ര തുക സമ്പാദ്യമായിട്ട്, അതായത് എത്ര തുക വരുമാനം ഏൺ ചെയ്തിട്ടുണ്ട്? അത് പറയുന്ന സമയത്ത് ഒരു മിക്കവർക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരുപക്ഷെ താങ്കളുടെ പക്കൽ ഇപ്പൊ സാലറി ആയിട്ട് താങ്കളുടെ പക്കൽ വന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, അതിൽ എത്ര തുക ഇപ്പോൾ നിലവിൽ സമ്പാദ്യമായിട്ട് താങ്കളുടെ പക്കലുണ്ട്? ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ താങ്കൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം വേറൊന്നല്ല, ഇനിയും നിരവധി വലിയ മാറ്റങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ വരുത്താനുണ്ട്. താങ്കൾ മാറാതെ താങ്കളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരുപക്ഷെ ഇന്ന് താങ്കൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ പ്രതിഫലമായി അടുത്ത 5 വർഷം 10 വർഷം കഴിയുമ്പോൾ താങ്കളുടെ ജീവിതം മാറി മറിയാം. ഇതുപോലെ തന്നെ താങ്കളുടെ പല സുഹൃത്തുക്കളുണ്ട്, അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ ലൈഫിലും ഇപ്പോൾ ഈ ഒരു വ്യക്തി 2018 എടുത്തതുപോലെയുള്ള ഒരു തീരുമാനം എടുക്കുവാനും അതിലൂടെ അവരുടെ ജീവിതവും മാറി മറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഞങ്ങൾ താങ്കളോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും താങ്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം താങ്കൾക്ക് പ്രതിമാസം 20,000 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ പ്രീമിയം സർവീസ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.